നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മനോജ് പോട്ടെ, സോറി. അച്ഛൻ ഇങ്ങനെയാ, ഉള്ളിൽ എന്തെങ്കിലും ചെറിയ ഇഷ്ടക്കേടുണ്ടായാ പിന്നെ ആരെന്നോ എവിടെയെന്നോ നോക്കാതെ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയും. അച്ഛന് വേണ്ടി ഞാൻ സോറി ചോദിക്കാം. ആഹാരത്തിന്റെ മുന്നിന്ന് നീ കഴിക്കാതെ ഇറങ്ങി പോയപ്പോ എനിക്ക് സങ്കടമായി. ഞാനും കഴിക്കാതെ ഇങ്ങ് പോന്നു. പോട്ടെ, വിട്ടേക്ക്. അല്ലെങ്കിലും എനിക്കിത് വേണം. പാവം എന്റെ അച്ഛനെ ദ്രോഹിച്ചവനല്ല ഞാൻ. അതിന് ദൈവം തന്ന ശിക്ഷയെ ഞാൻ അനുഭവിച്ചോളാം. ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാ ഞാൻ ചെയ്തത്. മനോജ്, നീ അത്ര വലിയ തെറ്റ് എന്താ ചെയ്ത്? ജോലിയൊന്നും ഇല്ലാതെ ഒരു മകൻ നിൽക്കുമ്പോ അച്ഛന്റെ PF പൈസ മകന് ബിസിനസ് നടത്താൻ കൊടുക്കുന്നതേ നിന്റെ വീട്ടില് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. അതിന്റെ വൈരാഗ്യം വെച്ച് സഹോദരങ്ങൾ ഇങ്ങനെ പകരം വീട്ടുന്നതാ തെറ്റ്. നീ നോക്ക്, ഞാൻ നിന്റെ ഭാര്യയാ. എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും ഭാര്യയ്ക്ക് ഏറ്റവും വലുത് അവളുടെ ഭർത്താവാ. നിന്നെ പട്ടിയെ പോലിട്ട് തല്ലുന്നത് നോക്കി നിൽക്കാൻ എനിക്കാവില്ല. തെറ്റെന്റെ കയ്യില. അച്ഛൻ തന്ന പണം തീർന്നപ്പോ വീണ്ടും പണത്തിന് വേണ്ടി ഞാൻ അച്ഛനറിയാതെ ആ വസ്തുവിന്റെ പ്രമാണം ഞാൻ പണയപ്പെടുത്തി. അതെ ഹരിതേ, ആ പ്രമാണം പണയം വെച്ച ഖാദറിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത്. ഖാദറിന്റെ മുതലും പലിശയും കൊടുത്ത് ആ പ്രമാണം അച്ഛനെ തിരിച്ചെടുത്ത് കൊടുക്കാൻ വേണ്ടിയാ ഞാൻ പ്രകാശേട്ടന്റെ മുറി കയറിയതും പ്രകാശേട്ടന്റെ പൈസ മോഷ്ടിക്കാൻ ശ്രമിച്ചത്. അപ്പോ അവര് പറഞ്ഞതെല്ലാം ശരിയായിരുന്നല്ലേ? ഹരിതേ, സോറി. ഈ ചെയ്തത് ഒരിക്കലും പറയിക്കാത്ത തെറ്റാ. പക്ഷെ ഏട്ടന്റെ പണമല്ലേ നീ എടുത്തത്? അതിന് കള്ളനെന്ന് വിളിച്ച് ആക്ഷേപിച്ചതും പോരാഞ്ഞിട്ട് നിന്നെ തല്ലി ഇറക്കണമായിരുന്നോ? ഇനി നീ ആ വീട്ടിലേക്ക് തിരിച്ചു പോയാലും ഞാൻ ആ നരകത്തിലേക്കില്ല. ആകെ തകർന്നു നിൽക്കുവാ നീന്ന് എനിക്കറിയാം. എന്നോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. എല്ലാം മാറും, മാറ്റിയെടുക്കാം നമുക്ക്. പക്ഷെ ഒരപേക്ഷയുണ്ട്. എന്തിന്റെ പേരിലാണെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഒരു വൈക്കോൽ തുരുമ്പ് പോലും നീ മോഷ്ടിക്കരുത്. പേടിയുണ്ടാ? അങ്ങനെ മോഷ്ടിച്ച് പിടിക്കപ്പെട്ട അച്ഛൻ ഇടപെട്ട് നിന്നെ ഇരുമ്പഴയ്ക്കുള്ളിലാക്കും. പിന്നെ എന്നൊന്ന് കാണാൻ പോലും സമ്മതിക്കില്ല. അതുകൊണ്ട് തൽക്കാലം സഹിച്ചും ക്ഷമിച്ച് നിൽക്ക്. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.